അടുത്ത ചീഫ് ഗസ്റ്റിലേക്ക് നമുക്ക് കടക്കാണ്. ബഹുമാനരായ എൻ്റെ സുഹൃത്തുക്കളെ, വ്യക്തിപരമായി ഞാൻ ഈ ഫീൽഡ് ഒരിക്കലും അനുഭവിക്കാത്ത ഒരാളാണ്. പക്ഷേ ഇന്ന് വ്യക്തിപരമായി ഏറ്റവും സന്തോഷിക്കുന്നത്, അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത് ഞാൻ തന്നെയാണ് എന്നതിൽ എനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ലോകത്ത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖല പുഷ്പിച്ചു നിൽക്കുമ്പോൾ ഇന്ത്യയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണെന്ന് പോലും വ്യക്തതയില്ലാതെ പ്രവർത്തിച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു സുപ്രഭാതത്തിൽ മൾട്ടി ലെവൽ മേഖല മുഴുവൻ, മാർക്കറ്റിംഗ് മേഖല മുഴുവൻ ഒരു ദിനം ഇവിടെ നിരോധിക്കപ്പെട്ടു. ആ കാലഘട്ടത്തിൽ 2011 എൻ്റെ അടുത്തേക്ക് തിരുവനന്തപുരത്ത് നിന്ന് 2 പേര് വന്നു. ഞാൻ പിന്നീട് മനസ്സിലാക്കുന്ന അവർ കോഴിക്കോടുകാരായിരുന്നു. പക്ഷെ അവർ വന്നത്, അവർ തിരുവനന്തപുരം മുഴുവൻ ഇത് തകർത്തതിനെതിരെ കേസിൽപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആഗ്രഹിച്ചു. പല വഴികളിലും സഞ്ചരിച്ചു. ആരും സഹായിക്കാനുണ്ടായില്ല. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ആരോ പറഞ്ഞു, ഇങ്ങനെ ഒരു ആളുണ്ട്, പോയി കാണണം. എൻ്റെ അടുത്ത് അവർ വന്നു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ അന്നത്തെ അന്തസത്തയ്ക്ക് വ്യക്തിപരമായി ഏറ്റവും അധികം എതിരായി നിന്ന ഞാൻ എന്ന വ്യക്തി എൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് ഈ കേരളത്തിൽ 10,000-കണക്കിന് ചെറുപ്പക്കാരെ, വിശിഷ്യ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും കേസിൽപ്പെട്ട് കുറ്റവാളികളായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഈ കൊച്ചു കേരളത്തിന് താങ്ങാൻ കഴിയില്ല എന്ന ഒരു ധാരണ കാനം രാജേന്ദ്രൻ എന്ന് പറയുന്ന AITC-യുടെ അന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഇപ്പം നമ്മുടെ കൂടെ ഇല്ല, അദ്ദേഹത്തിനെ വിളിച്ചു, അദ്ദേഹത്തിനോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവുക. അടുത്ത കമ്മിറ്റിയിൽ ഇതിന് ധാരണയായി. അങ്ങനെയാണ് ലോകത്താദ്യമായി ഈ മേഖലയിൽ ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം 2011 ഒക്ടോബർ 19 കോഴിക്കോട് വെച്ച് ചേർന്നത്. ഒരുപാട് പ്രതിസന്ധികളെ അന്ന് നേരിടേണ്ടി വന്നു. ചന്ദ്രശേഖരൻ ഇവിടെ പറഞ്ഞു, നിരവധി പോലീസ് ആ മുഖാമുഖം നിന്ന് പോരാടി, അവർക്ക് വേണ്ട സംരക്ഷണം കൊടുത്ത് പോലീസിനെ ഓരോ സ്ഥലത്തു നിന്നും അടിച്ചോടിച്ചു, അവരെ പിന്തള്ളി ധൈര്യസമേതം മുന്നോട്ട് പോയതിന്റെ ഫലമാണ് ഇന്ന് ഈ കാണുന്ന ഈ വലിയ ജനസഞ്ചയം. തീർച്ചയായും ഇതുപോലെയുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖല ഈ കാലഘട്ടത്തിൽ കൂടുതൽ ചെറുപ്പക്കാർക്ക് ജോലി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഏവർക്കും, പ്രത്യേകിച്ച് പിന്നീട് വന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക്, അത് CIT ആവട്ടെ, INTC ആവട്ടെ, മറ്റേത് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളാവട്ടെ, ഇതിനോടൊപ്പം നിന്ന് നിങ്ങളെ സംരക്ഷിക്കുവാനും നിങ്ങൾക്ക് നേർവഴിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചു. പാർലമെന്റ് മാർച്ച് അടക്കം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നേതാക്കന്മാർ മുഴുവൻ, പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുഴുവൻ അന്ന് പാർലമെന്റ് മാർച്ച് നടത്തിയതാണ്. ഞാൻ ഒരു പേര് ഓർമ്മിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് എനിക്കുന്നു. മിസ്റ്റർ അശോകൻ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വൈഫ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഈ മേഖലയിൽ ഈ മേഖലയിൽ ഒരു മാറ്റി നിർത്തലുമില്ലാതെ ഈ മേഖലയെ ഏറ്റവും സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നേതൃത്വം കൊടുത്താണ്. അതോടൊപ്പം ഒരു പേരും കൂടി പറയാതെ പോയത് അനുഭവസ്ഥനാണ് മിസ്റ്റർ ചലപതി. അദ്ദേഹം ആ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകാൻ പോലും ഇന്ന് നിങ്ങൾക്ക് അത് പൂർണ്ണമായി ബോധ്യപ്പെടുമെന്നും അറിയില്ല. അദ്ദേഹം ഈ മേഖലയ്ക്ക് വേണ്ടി ഒരുപക്ഷെ അദ്ദേഹത്തിന് താല്പര്യമുണ്ടാകാം നിങ്ങളുടെ ഈ സ്ഥാപനത്തിന്, പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തനം അന്ന് ഏറ്റവും ശ്ലാഘിക്കേണ്ടതാണ്. ധൈര്യസമേതം
ഞങ്ങൾ ഒരുമിച്ച് തോളിൽ കൈയിട്ടുകൊണ്ടാണ് ഈ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. തീർച്ചയായും നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞങ്ങളെ ഇവിടെ ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.